നമസ്തേ. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസ് അതിൽ ഒന്ന് അക്കൗണ്ടിങ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, 2 പാർട്ണർഷിപ്പിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ്, പിന്നെ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ടൊരു പാർട്ടാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഡിസൊല്യൂഷൻ. ഒരു പാർട്ണർഷിപ്പ് ഓർഗനൈസേഷൻ ഡിസോൾവ് ആകുന്നു എന്ന് വെച്ചാൽ അടച്ചു പൂട്ടുന്നു. അങ്ങനെ വരുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എങ്ങനെ ക്ലോസ് ചെയ്യണം, നമുക്കൊരു കണക്ക് വരാൻ സാധ്യതയുള്ളതാണ്. അതായത് ഒരു ബാലൻസ് ഷീറ്റ് നമുക്ക് തരുന്നു, കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റിന് താഴെ പറയുന്നു, ക്ലോസ് ദ ബുക്സ് ഓഫ് ദി ഫേം, അല്ലെങ്കിൽ പ്രിപ്പയർ റിയലൈസേഷൻ അക്കൗണ്ട്സ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആൻഡ് ക്യാഷ് അക്കൗണ്ട്സ്. അപ്പം നമ്മൾ ഡിസൊല്യൂഷനിൽ നമ്മൾ തയ്യാറാക്കേണ്ട അക്കൗണ്ട്സ് ഒന്ന് റിയലൈസേഷൻ അക്കൗണ്ടാണ്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കണം? അപ്പോൾ ദ റിയലൈസേഷൻ അക്കൗണ്ട്സ്, പാർട്ണർഷിപ്പ് ഡിസൊല്യൂഷൻ്റെ ഒരു കണക്കാണ് നമുക്ക് വരുന്നതെങ്കിൽ ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട അക്കൗണ്ട് റിയലൈസേഷൻ അക്കൗണ്ടാണ്. ആ റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത് റിയലൈസേഷൻ അക്കൗണ്ട് വരച്ചു. ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ് നോക്കണം. അസറ്റ്സ് ക്ലോസ് ചെയ്യണം. അസറ്റ് സൈഡിൽ എന്താ, ഒരു ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ എന്തൊക്കെ ഐറ്റംസ് വരും? ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സൺട്രി ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിള്, ക്ലോസിംഗ് സ്റ്റോക്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിക്സേഴ്സ്, ലാൻഡ് ആൻഡ് ബിൽഡിങ്, ഗുഡ് വില്ല്, ഇതെല്ലാം ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണും. അപ്പോൾ ഫോർ ക്ലോസിംഗ് അസറ്റ്സ് എക്സെപ്റ്റ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ആൻഡ് P&L അക്കൗണ്ട്സ്, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ നിന്നും ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ടെങ്കിൽ എടുക്കരുത്, ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ടെങ്കിൽ എടുക്കരുത്. ചിലപ്പോൾ അസറ്റ് സൈഡിൽ P&L അക്കൗണ്ട് എന്ന് കാണും, അതായത് നഷ്ടമാണ്. P&L ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ വന്നാൽ അത് ലോസാണ്. അപ്പോൾ ഈ 3 ഐറ്റംസ് ഒഴികെ ബാക്കി എല്ലാ ഐറ്റംസും ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലോട്ട് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ എങ്ങനെ എഴുതും? ടു സൺട്രി ഡെറ്റേഴ്സ്, ടു ബിൽസ് റിസീവബിൾ, ടു ക്ലോസിംഗ് സ്റ്റോക്ക്, ടു ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ടു പ്ലാന്റ് ആൻഡ് മെഷീനറി, ടു ഫർണിച്ചർ ആൻഡ് ഫിക്സേഴ്സ്, ടു ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ടു ഗുഡ് വില്ല്, പിന്നെ ടു പേറ്റൻസ്, ടു ട്രേഡ് മാർക്ക്, ഇതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ക്ലോസ് ചെയ്യണം. അപ്പോൾ അസറ്റ് സൈഡിൽ തന്നിരിക്കുന്ന ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, P&L ഇതൊഴികെയുള്ള എല്ലാ അസറ്റ്സും ക്ലോസ് ചെയ്യണം.
അപ്പോൾ അത് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലോട്ട് നമ്മൾ കൊടുക്കും. ഇത് കഴിഞ്ഞാൽ അടുത്തത് ലയബിലിറ്റിയാണ്. ലയബിലിറ്റി ക്ലോസ് ചെയ്യണം. അപ്പം ലയബിലിറ്റി സൈഡിൽ എന്തൊക്കെ വരാം? ഒരു പാർട്ണർഷിപ്പ് ഓർഗനൈസേഷൻ്റെ ലയബിലിറ്റി സൈഡിൽ വരാവുന്ന ഐറ്റംസ് സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ദെൻ ലോൺ, അത് ഔട്ട്സൈഡേഴ്സ് ലോൺ കാണും, പാർട്ട്നേഴ്സ് ലോൺ കാണും, ജനറൽ റിസർവ്, P&L അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇതെല്ലാം ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് വരാവുന്ന ഐറ്റംസാണ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ ക്ലോസ് ചെയ്യുന്ന ബൈ സൺട്രി ക്രെഡിറ്റേഴ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബൈ ബിൽസ് പേയബിൾ, ബൈ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, by outstanding expenses, by outsiders loan, outsiders loan, external loan. ഇപ്പം ABC ബിസിനസ് ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡിൽ മിസ്സസ് എയ്സ് ലോൺ അത് ക്ലോസ് ചെയ്യും. എന്നാൽ എയ്സ് ലോൺ ക്ലോസ് ചെയ്യത്തില്ല, പാർട്ട്നേഴ്സ് ലോൺ ക്ലോസ് ചെയ്യത്തില്ല. മിസ്സസ് എയ്സ് ലോണെന്നോ മിസ്സസ് ബീസ് ലോണെന്നോ മിസ്സസ് സീസ് ലോണെന്നോ പറഞ്ഞാൽ ക്ലോസ് ചെയ്യാം. അപ്പോൾ ലയബിലിറ്റി എല്ലാം ക്ലോസ് ചെയ്തു. അപ്പോൾ അസറ്റ്സ് ക്ലോസ് ചെയ്തു, ലയബിലിറ്റി ക്ലോസ് ചെയ്തു. ഇനി ബാലൻസ് ഷീറ്റ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് ഉണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ സൺട്രി ഡെറ്റേഴ്സ് ഇന്നർ കോളം 50,000, ലെസ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് 5,000, കുറച്ച് ഔട്ടർ കോളം 45,000. ഇങ്ങനെ ബാലൻസ് ഷീറ്റിലുള്ളത്. നമ്മൾ അസറ്റ്സിൻ്റെ കൂടെ ഡെറ്റേഴ്സ് ക്ലോസ് ചെയ്യേണ്ട 50,000 അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ അസറ്റ്സിൻ്റെ കൂടെ ഡെറ്റേഴ്സ് ടു സൺട്രി ഡെറ്റേഴ്സ് എത്ര എടുക്കണം? 50,000. പ്രൊവിഷൻ ക്ലോസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇവിടെ ക്രെഡിറ്റ് ചെയ്യണം. ബൈ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് ഉണ്ടെങ്കിൽ അതും ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ അസറ്റ് ക്ലോസ് ചെയ്തു, ലയബിലിറ്റി ക്ലോസ് ചെയ്തു, പ്രൊവിഷൻ ഫോർ ബാഡ്സ് ക്ലോസ് ചെയ്തു. അടുത്തത് അപ്പോൾ 3 സ്റ്റെപ്പ് ഇപ്പോൾ കഴിഞ്ഞു. ഫോർ ക്ലോസിങ് അസറ്റ്സ്, ഫോർ ക്ലോസിങ് എക്സ്റ്റേണൽ ലയബിലിറ്റീസ്, ഫോർ ക്ലോസിങ് പ്രൊവിഷൻ ഫോർ ബാഡ്സ്. നെക്സ്റ്റ് അസറ്റ്സ് റിയലൈസ് ചെയ്യുന്നതാണ്. അത് പാരഗ്രാഫിൽ പറയും. ഡെറ്റേഴ്സിൽ നിന്ന് ഇത്ര രൂപ കളക്ട് ചെയ്യുന്നു, ഫർണിച്ചർ വിൽക്കുന്നു, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വിൽക്കുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കുന്നു. അപ്പോൾ അസറ്റ് റിയലൈസ് ചെയ്യുന്നു. അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ജേർണലിൻ്റെ ഇതാണ് ക്യാഷ് ഡെറ്റർ ടു റിയലൈസേഷൻ. ദ എൻട്രി ക്യാഷ് ഡെറ്റർ ടു റിയലൈസേഷൻ. അപ്പോൾ ഇവിടെ എങ്ങനെ പോസ്റ്റ് ചെയ്യണം? ബൈ ക്യാഷ്, ബൈ ക്യാഷ്. അതായത് ഓരോന്നും വിറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന പണം കൂട്ടി ഒരുമിച്ച് എഴുതണം. അതായത് സൺട്രി ഡെറ്റേഴ്സ്, ഡെറ്റേഴ്സിൽ നിന്ന് ഇത്ര കളക്ട് ചെയ്യുന്നു, BR ഇത്ര കളക്ട് ചെയ്യുന്നു, ഫർണിച്ചർ വിറ്റ്, ഫർണിച്ചർ ആൻഡ് ഫിക്സേഴ്സിൽ ഇത്ര കിട്ടുന്നു, ലാൻഡ് ബിൽഡിംഗ് വിറ്റ് ഇത്ര കിട്ടുന്നു. ഇങ്ങനെ അസറ്റ് റിയലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്കിവിടെ ബ്രാക്കറ്റിൽ ഇങ്ങനെ വേണേൽ കൊടുക്കാം: ക്യാഷ് റിസീവ്ഡ് ഓൺ റിയലൈസിങ് അസറ്റ്സ് ആണ്. റിയലൈസിങ് അസറ്റ്സ്, അസറ്റ് റിയലൈസ് ചെയ്തു. അപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന ബൈ ക്യാഷ്. ഇനി ഏതെങ്കിലും ഒരു അസറ്റ് ഒരു പാർട്ണർ ഏറ്റെടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ XYZ ബിസിനസ് പാരഗ്രാഫിൽ പറയുന്നു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ടേക്കൺ ബൈ Y ഏറ്റെടുത്തു. അപ്പോൾ ഒരു പാർട്ണർ അസറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ
ആ പാർട്ട്ണറുടെ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്തുകൊണ്ട് റിയലൈസേഷൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി ഇതാണ്, വൈസ് ക്യാപിറ്റൽ ഡെറ്റർ ടു റിയലൈസേഷൻ. അപ്പം നമുക്കിവിടെ പോസ്റ്റ് ചെയ്യാം, ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എപ്പോഴാണ്? അസറ്റ് ടേക്കൺ. അസറ്റ് ടേക്കൺ. അസറ്റ് ഏറ്റെടുക്കുമ്പോൾ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. നെക്സ്റ്റ്, ഫോർ പേയ്മെൻറ്റ് ഓഫ് ലയബിലിറ്റി. ലയബിലിറ്റി കൊടുക്കുന്നു. ലയബിലിറ്റി കൊടുക്കുമ്പോൾ റിയലൈസേഷനെ ഡെബിറ്റ് ചെയ്തുകൊണ്ട് ക്യാഷിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പം ക്രെഡിറ്റേഴ്സിന് പണം കൊടുക്കുന്നു, ബി പി സെറ്റിൽ ചെയ്യുന്നു, ഓവർ ഡ്രാഫ്റ്റ് സെറ്റിൽ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എൻട്രി ഇതാണ്, റിയലൈസേഷൻ ഡെറ്റർ ടു ക്യാഷ്. അപ്പം എങ്ങനെ പോസ്റ്റ് ചെയ്യുക? അവിടെ ടു ക്യാഷ്. ടു ക്യാഷ് എന്താണിത്? പേയ്മെൻറ്റ് ഓഫ് ലയബിലിറ്റി. പേയ്മെൻറ്റ് ഓഫ് ലയബിലിറ്റിയാണ്. പേയ്മെൻറ്റ് ഓഫ് ലയബിലിറ്റി. ലയബിലിറ്റി കൊടുക്കും. നെക്സ്റ്റ്, വെൻ എ പാർട്ണർ എഗ്രീസ് ടു പേ എ ലയബിലിറ്റി. ഏതെങ്കിലും ഒരു ബാധ്യത ഒരു പാർട്ണർ കൊടുത്തുകൊള്ളാമെന്ന് സമ്മതിക്കുന്നു. ഇപ്പോൾ ബിൽസ് പേയബിൾ മിസ്റ്റർ എക്സ് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ് ഒരു പാർട്ണറാണ്. എക്സ് ബി പിയുടെ എമൗണ്ട് സെറ്റിൽ ചെയ്തുകൊള്ളാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും ലയബിലിറ്റി ഒരു പാർട്ണർ ഏറ്റെടുക്കുകയാണെങ്കിൽ, ഒരു ലയബിലിറ്റി ഏതെങ്കിലും പാർട്ണർ സെറ്റിൽ ചെയ്തുകൊള്ളാമെന്ന് സമ്മതിച്ചാൽ, അപ്പോൾ അവിടെ എൻട്രി റിയലൈസേഷൻ ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇത് ലയബിലിറ്റി ടേക്കൺ ആണ്. ലയബിലിറ്റി ടേക്കൺ. ലയബിലിറ്റി ഏറ്റെടുക്കുന്നു. അപ്പോൾ അസറ്റ് ക്ലോസ് ചെയ്തു, ലയബിലിറ്റി അസറ്റ് ക്ലോസ് ചെയ്ത ഇതാണ്. എല്ലാ അസറ്റും റിയലൈസേഷൻ്റെ ഡെബിറ്റ് സൈഡിലോട്ട് പോസ്റ്റ് ചെയ്യുന്നു. ലയബിലിറ്റി ക്ലോസ് ചെയ്യുന്നു. ലയബിലിറ്റി ക്ലോസ് ചെയ്ത് രണ്ട്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുന്നു. ഇത് പ്രൊവിഷൻ ക്ലോസ് ചെയ്യുന്നു. നെക്സ്റ്റ്, അസറ്റ്സ് റിയലൈസ് ചെയ്യുന്നു. അതായത് അസറ്റ്സിന്മേലുള്ള പണം കളക്ട് ചെയ്യുന്നു. ഡെറ്റേഴ്സിൽ നിന്ന് പണം കളക്ട് ചെയ്യുന്നു, ബി ആറിൻ്റെ എമൗണ്ട് കളക്ട് ചെയ്യുന്നു, ഫർണിച്ചർ വിൽക്കുന്നു, സ്റ്റോക്ക് വിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം വരണം ഇവിടെ. അപ്പോൾ ഇവിടെ ബൈ ക്യാഷ് അത് കൊണ്ടുപോകുന്നു. നെക്സ്റ്റ്, ഒരു പാർട്ണർ അസറ്റ് ഏറ്റെടുക്കുന്നു. അപ്പോൾ ഇവിടെ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. നെക്സ്റ്റ്, ലയബിലിറ്റി സെറ്റിൽ ചെയ്യുന്നു ടു ക്യാഷ്. നെക്സ്റ്റ്, ലയബിലിറ്റി ഒരു പാർട്ണർ ഏറ്റെടുക്കുന്നു, അത് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അതുപോലെ അൺറിക്കോർഡ് അസറ്റ് റിയലൈസ് ചെയ്യുന്നു. അൺറിക്കോർഡ് അസറ്റ് റിയലൈസ് ചെയ്താലും ബൈ ക്യാഷ് എന്നാണ്. ബൈ ക്യാഷ് ഫോർ റിയലൈസിങ് ക്യാഷ് റിസീവ്ഡ് ഓൺ സെയിൽ ഓഫ് അൺറിക്കോർഡ് അസറ്റ്, അല്ലെ സെയിൽ ഓഫ് അൺറിക്കോർഡ് അസറ്റ്. അൺറിക്കോർഡ് അസറ്റ് വിറ്റ് കാശ് കിട്ടുന്നു. അതും എങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്? ബൈ ക്യാഷ്. ഇതുപോലെ തന്നെ അൺറിക്കോർഡ് അസറ്റ് പാർട്ണർ ഏറ്റെടുക്കുന്നു, അവിടെയും ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ബാലൻസ് ഷീറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലെന്നിരിക്കട്ടെ, പാരഗ്രാഫിൽ പറയും അൺറിക്കോർഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് റുപ്പീസ് 5,000 ടേക്കൺ ബൈ ഇസഡ്. ഇസഡ് ആരാണ്ട് പാർട്ണറാണ്. അപ്പോൾ എൻട്രി ഇതാണ്, ഇസഡ്സ് ക്യാപിറ്റൽ ഡെറ്റർ ടു റിയലൈസേഷൻ. നെക്സ്റ്റ്, റിയലൈസേഷൻ എക്സ്പെൻസ് ഇഫ് എനി. റിയലൈസേഷൻ്റെ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ എൻട്രി റിയലൈസേഷൻ ഡെറ്റർ ടു ക്യാഷ്. അതായത് എക്സ്പെൻസ് ഓൺ റിയലൈസേഷൻ. ഇതെന്താണ്? എക്സ്പെൻസ് ഓൺ റിയലൈസേഷൻ.
expense on realization. Realization expense met by a partner. ഒരു പാർട്ണറാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ റിയലൈസേഷൻ ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്നാണ്. ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അപ്പോൾ ഇത്രയാണ് റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതൊക്കെ ഐറ്റംസ് പോസ്റ്റ് ചെയ്യണം നോക്കിയെവിടെ? ഒന്ന്, ഫോർ ക്ലോസിംഗ് അസറ്റ്സ്. അപ്പോൾ റിയലൈസേഷൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു അസറ്റ്സ്. രണ്ട്, ഫോർ ക്ലോസിംഗ് ലയബിലിറ്റീസ്, എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ക്ലോസ് ചെയ്യുക. മൂന്ന്, ഫോർ ക്ലോസിംഗ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് ഇഫ് എനി ഉണ്ടെങ്കിൽ. നെക്സ്റ്റ്, എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം അസറ്റ്സ്. നെക്സ്റ്റ്, അസറ്റ് ടേക്കൺ ഓവർ ബൈ എ പാർട്ട്ണർ. നെക്സ്റ്റ്, ഫോർ എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം അൺറിക്കോർഡഡ് assets. Next, unrecorded asset taken over by a partner. Next, for payment of liability. Next, liability taken over by a partner. Next, for payment of unrecorded liability. Next, unrecorded liability taken over by a partner. Next, 12, realization expense. 13, realization expense met by a partner. ഇത് ഇത്രയും മാക്സിമം ഇത്രയും വരെ ഒരു കണക്കിൽ. അപ്പോൾ അസറ്റ് ക്ലോസ് ചെയ്യുന്നു, റിയലൈസേഷൻ ഡെറ്റർ ടു അസറ്റ്സ്. അതുകൊണ്ട് റിയലൈസേഷൻ അക്കൗണ്ടിൽ ടു അസറ്റ്സ് എന്ന് പോസ്റ്റ് ചെയ്യണം. ലയബിലിറ്റി ക്ലോസ് ചെയ്യുന്നു, ലയബിലിറ്റി ഡെറ്റർ ടു റിയലൈസേഷൻ. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ബൈ ലയബിലിറ്റീസ് അത് ക്ലോസ് ചെയ്യുക. 3, ഫോർ ക്ലോസിംഗ് പ്രൊവിഷൻ ഫോർ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യണം. അത് ബൈ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ്. എന്ത് ചെയ്താണ്? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് ഡെറ്റർ ടു റിയലൈസേഷൻ. നെക്സ്റ്റ് 1, എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം അസറ്റ്സ്. അപ്പോൾ എൻട്രി ക്യാഷ് ഡെറ്റർ ടു റിയലൈസേഷൻ. റിയലൈസേഷൻ അക്കൗണ്ടിൽ ബൈ ക്യാഷ്. നെക്സ്റ്റ്, ഫോർ എമൗണ്ട് അസറ്റ് ടേക്കൺ ഓവർ ബൈ എ പാർട്ണർ. അസറ്റ് ഏതെങ്കിലും പാർട്ണർ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. എന്ത് ചെയ്താണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഡെറ്റർ ടു റിയലൈസേഷൻ. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. നെക്സ്റ്റ്, എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം അൺറിക്കോർഡ് അസറ്റ്സ്. അവിടെയും ക്യാഷ് ഡെറ്റർ ടു റിയലൈസേഷൻ.
ഇതുപോലെ തന്നെ ബൈ ക്യാഷ്. നെക്സ്റ്റ് അൺറിക്കോർഡഡ് അസറ്റ് ടേക്കൺ ഓവർ ബൈ എ പാർട്ണർ. അവിടെയും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഡെറ്റർ ടു റിയലൈസേഷൻ. അവിടെ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ തന്നെ. നെക്സ്റ്റ് ഫോർ പേയ്മെന്റ് ഓഫ് ലയബിലിറ്റി റിയലൈസേഷൻ ഡെറ്റർ ടു ക്യാഷ്. അതാണ് ടു ക്യാഷ്. നെക്സ്റ്റ് ലയബിലിറ്റി ടേക്കൺ ഓവർ ബൈ എ പാർട്ണർ. എൻട്രി റിയലൈസേഷൻ ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അപ്പോൾ അവിടെ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, അതായത് ലയബിലിറ്റി ഏറ്റെടുക്കുന്നത്. നെക്സ്റ്റ് ഫോർ പേയ്മെന്റ് ഓഫ് അൺറിക്കോർഡഡ് ലയബിലിറ്റി. അങ്ങനെ പറഞ്ഞാൽ റിയലൈസേഷൻ ഡെറ്റർ ടു ക്യാഷ്, അതും പോസ്റ്റ് ചെയ്യേണ്ടത് ടു ക്യാഷ് എന്ന് തന്നെ. നെക്സ്റ്റ് അൺറിക്കോർഡഡ് ലയബിലിറ്റി ടേക്കൺ ഓവർ ബൈ എ പാർട്ണർ. എങ്ങനെ പോസ്റ്റ് ചെയ്യണം? എൻട്രി ഇതാണ് റിയലൈസേഷൻ ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അതിവിടെ പോസ്റ്റ് ചെയ്യും ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. നെക്സ്റ്റ് റിയലൈസേഷൻ എക്സ്പെൻസ് ഇഫ് എനി. എക്സ്പെൻസ് ഉണ്ടെങ്കിൽ റിയലൈസേഷൻ ഡെറ്റർ ടു ക്യാഷ്. അതെങ്ങനെ പോസ്റ്റ് ചെയ്യും? ടു ക്യാഷ്. അത് എക്സ്പെൻസ് ഓൺ റിയലൈസേഷൻ. റിയലൈസേഷൻ എക്സ്പെൻസ് മെറ്റ് ബൈ എ പാർട്ണർ. എക്സ്പെൻസ് ഏതെങ്കിലും പാർട്ണർ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എൻട്രി റിയലൈസേഷൻ ഡെറ്റർ ടു അതിവിടെ പോസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഇതാണ്. ദാറ്റ് മീൻസ് എക്സ്പെൻസ് മെറ്റ് ബൈ എ പാർട്ണറാണ്. അപ്പോൾ ഇത്രയാണ് ഇവിടെ പോസ്റ്റ് ചെയ്യേണ്ടത് റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ വരാനുള്ളതാണ്. ഇത് റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് എൻട്രീസ് എല്ലാം പോസ്റ്റ് ചെയ്തു. റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യും. റിയലൈസേഷൻ്റെ ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ ക്രെഡിറ്റ് നമ്മൾ ടോട്ടൽ ചെയ്യും. ക്രെഡിറ്റ് കൂട്ടി നേരെ ഡെബിറ്റ് സൈഡിൽ എഴുതി ഇവിടെ ബാലൻസ് ചെയ്യും. ഈ ബാലൻസിങ് ഫിഗർ പ്രോഫിറ്റ് ഓൺ റിയലൈസേഷനാണ്. പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ. റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ഡെബിറ്റ് കൂട്ടി ക്രെഡിറ്റിൽ എഴുതും. അപ്പോൾ ബാലൻസ് വേണ്ടി ഇവിടെ വരും, ക്രെഡിറ്റ് സൈഡിൽ വരും. അതായത് അത് ലോസ് ഓൺ റിയലൈസേഷനാണ്. ബാലൻസ് ഡെബിറ്റ് സൈഡിൽ വന്നാൽ പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ, ക്രെഡിറ്റ് സൈഡിൽ വന്നാൽ ലോസ് ഓൺ റിയലൈസേഷൻ. പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റിയലൈസേഷൻ ക്ലോസ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽസ് ഇൻ ദെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ. ഇവിടെ കിട്ടുന്ന ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഏത് റേഷ്യോയിൽ? പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോയിൽ. പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ തന്നിട്ടില്ല എങ്കിൽ ഈക്വലായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇത് പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ. പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ ഇത് ഷെയർ ചെയ്യാണ്. പി എ ബി സി ആണ് പാർട്ട്നേഴ്സ് എങ്കിൽ ടു എസ് ക്യാപിറ്റൽ, ടു ബീസ് ക്യാപിറ്റൽ, ടു സീസ് ക്യാപിറ്റൽ. ഈ കിട്ടുന്ന ഫിഗർ ഷെയർ വീതിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ വരുന്ന ലോസാണ് ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അതായത് ലോസ് ഓൺ റിയലൈസേഷൻ. ലോസ് ഓൺ റിയലൈസേഷൻ. അപ്പോൾ പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ ആണെങ്കിൽ എൻട്രി റിയലൈസേഷൻ ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. റിയലൈസ് പാർട്ട്നേഴ്സ് എ ബി സി ആണെങ്കിൽ റിയലൈസേഷൻ ഡെറ്റർ ടു എസ് ക്യാപിറ്റൽ, ടു ബീസ് ക്യാപിറ്റൽ, ടു സീസ് ക്യാപിറ്റൽ. ലോസ് ആണെങ്കിലോ എസ് ക്യാപിറ്റൽ ഡെറ്റർ, ബീസ് ക്യാപിറ്റൽ ഡെറ്റർ, സീസ് ക്യാപിറ്റൽ ഡെറ്റർ ടു റിയലൈസേഷൻ. ഇതാണ് റിയലൈസേഷൻ അക്കൗണ്ട്സ്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ മാക്സിമം ഇത്രത്തോളം ഐറ്റംസ് അവിടെ വരാം. അപ്പോൾ ഏതൊക്കെയാണ് ക്ലോസ് ചെയ്യേണ്ടത് നമ്മളിങ്ങനെ പഠിക്കണം. ഫോർ ക്ലോസിങ് അസറ്റ്സ് എക്സെപ്റ്റ് ക്യാഷ്, ബാങ്ക് ആൻഡ് പി ആൻഡ് എൽ.
അപ്പോൾ റിയലൈസേഷൻ ഡെറ്റർ ടു സൺട്രി അസറ്റ്സ്. അപ്പം നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ടു അസറ്റ്സ്, ഓരോ അസറ്റ് ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യണം. നെക്സ്റ്റ് 2, ഫോർ ക്ലോസിംഗ് എക്സ്റ്റേണൽ ലയബിലിറ്റീസ്, അതായത് സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഔട്ട്സൈഡേഴ്സ് ലോൺ. അപ്പം എൻട്രി ഇതാണ്, സൺട്രി ലയബിലിറ്റീസ് ഡെറ്റർ ടു റിയലൈസേഷൻ. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യും ബൈ സൺട്രി ലയബിലിറ്റീസ്. 3, ഫോർ ക്ലോസിംഗ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് ഇഫ് എനി ഉണ്ടെങ്കിൽ, അപ്പോൾ എൻട്രി പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് ഡെറ്റർ ടു റിയലൈസേഷൻ. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ബൈ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ്. നെക്സ്റ്റ് ഫോർ എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം അസറ്റ്സ്, അപ്പോൾ ക്യാഷ് ഡെറ്റർ ടു റിയലൈസേഷൻ പോസ്റ്റ് ചെയ്യുന്ന ബൈ ക്യാഷ്. അസറ്റ് ടേക്കൺ ഓവർ ബൈ എ പാർട്ണർ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഡെറ്റർ ടു റിയലൈസേഷൻ, റിയലൈസേഷൻ അക്കൗണ്ടിൽ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. നെക്സ്റ്റ് ഫോർ എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം അൺറിക്കോർഡ് അസറ്റ്സ്, എൻട്രി ക്യാഷ് ഡെറ്റർ ടു റിയലൈസേഷൻ, റിയലൈസേഷൻ അക്കൗണ്ടിൽ ബൈ ക്യാഷ്. അൺറിക്കോർഡ് അസറ്റ് ടേക്കൺ ഓവർ ബൈ എ പാർട്ണർ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഡെറ്റർ ടു റിയലൈസേഷൻ, റിയലൈസേഷൻ അക്കൗണ്ടിൽ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഫോർ പേയ്മെന്റ് ഓഫ് ലയബിലിറ്റി, റിയലൈസേഷൻ ഡെറ്റർ ടു ക്യാഷ്, റിയലൈസേഷൻ അക്കൗണ്ടിൽ ടു ക്യാഷ്. നെക്സ്റ്റ് ലയബിലിറ്റി ടേക്കൺ ഓവർ ബൈ എ പാർട്ണർ, റിയലൈസേഷൻ ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, റിയലൈസേഷൻ അക്കൗണ്ടിൽ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, ഏത് പാർട്ണറാണോ അവരുടെ ക്യാപിറ്റലാണ്. ഇപ്പോൾ വൈ ആണ് ഏറ്റെടുക്കൽ ടു വൈസ് ക്യാപിറ്റൽ. നെക്സ്റ്റ് ഫോർ പേയ്മെന്റ് ഓഫ് അൺറിക്കോർഡഡ് ലയബിലിറ്റി, റിയലൈസേഷൻ ഡെറ്റർ ടു ക്യാഷ്, റിയലൈസേഷൻ അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് പോസ്റ്റ് ചെയ്യും. ദെൻ അൺറിക്കോർഡഡ് ലയബിലിറ്റി ടേക്കൺ ഓവർ ബൈ എ പാർട്ണർ, അപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, എക്സ് ആണ് ഏറ്റെടുക്കുന്നതിൽ ടു എക്സ് ക്യാപിറ്റൽ. ദെൻ റിയലൈസേഷൻ എക്സ്പെൻസ്, എൻട്രി റിയലൈസേഷൻ ടു ക്യാഷ് എന്ന് പോസ്റ്റ് ചെയ്യും. എക്സ്പെൻസ് മെറ്റ് ബൈ എ പാർട്ണർ, അപ്പോൾ റിയലൈസേഷൻ ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ പോസ്റ്റ് ചെയ്യും. ഇത്രയും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് കൂടാം അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡ് കൂടാം. ക്രെഡിറ്റ് സൈഡ് കൂടിയാൽ ദ ഡിഫറൻസ് ഈസ് പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ, ഡെബിറ്റ് സൈഡ് കൂടിയാൽ ദ ഡിഫറൻസ് ഈസ് ലോസ് ഓൺ റിയലൈസേഷൻ. പ്രോഫിറ്റ് ഓർ ലോസ് ട്രാൻസ്ലേറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽസ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ. പ്രോഫിറ്റ് ആണെങ്കിൽ റിയലൈസേഷൻ ഡെറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, ലോസ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഡെറ്റ് ടു റിയലൈസേഷൻ. അപ്പോൾ ആദ്യം ഓപ്പൺ ചെയ്യേണ്ട അക്കൗണ്ട് റിയലൈസേഷൻ അക്കൗണ്ടാണ്. റിയലൈസേഷൻ അക്കൗണ്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഒരു കണക്ക് വന്നാൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തെല്ലാം പോസ്റ്റ് ചെയ്യണം? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഒരു കണക്കിൽ സാധാരണ നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെയാണ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് ഹെഡിങ് കൊടുത്തു. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. ഇപ്പോൾ പാർട്ട്നേഴ്സ് ഇവിടെ എയും ബിയും ആണെന്ന് ഇരിക്കട്ടെ, അപ്പോൾ ഒരുമിച്ച് എഴുതിയാൽ മതി എ ബി. രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ വലത്തോട്ട് മാറ്റി 2 കോളം, എ ബി. ഇവിടെ എ ബി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആദ്യം നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത് ബാലൻസ് ആസ് പെർ ബാലൻസ് ഷീറ്റാണ്.
തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ നിന്നുള്ള ക്യാപിറ്റൽ ആദ്യം ഇവിടെ പോസ്റ്റ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ നോക്കണം. ക്യാപിറ്റൽ വന്നിരിക്കുന്നത് ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണെങ്കിൽ എയുടെ ക്യാപിറ്റൽ ഇത്ര, ബിയുടെ ക്യാപിറ്റൽ ഇത്ര. ചിലപ്പം അസറ്റ് സൈഡിലോട്ട് വന്നാൽ അത് ഡെബിറ്റ് സൈഡിൽ ബ്രോട്ട് ഡൗൺ ചെയ്യണം. മിക്കവാറും ചോദ്യങ്ങൾ വരുന്നത് ലയബിലിറ്റി സൈഡിലാണ്. അപ്പോൾ ഇവിടെ എയുടെ ക്യാപിറ്റൽ ഇത്ര, ബിയുടെ ക്യാപിറ്റൽ ഇത്ര. ഇനി അടുത്തത്, അപ്പോൾ ആദ്യം പോസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാലൻസ് ഓഫ് ക്യാപിറ്റൽ ആസ് പെർ ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ക്യാപിറ്റൽ അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ തന്നിരിക്കുന്നത് ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പോസ്റ്റ് ചെയ്യണം. ഇത് കഴിഞ്ഞ് അടുത്ത നമ്മൾ ബാലൻസ് ഷീറ്റിൽ ജനറൽ റിസർവ് ഉണ്ടോ എന്ന് നോക്കണം. ലയബിലിറ്റി സൈഡിൽ ജനറൽ റിസർവ് അല്ലെങ്കിൽ റിസർവ് ഫണ്ട് ഉണ്ടെങ്കിൽ ആ ജനറൽ റിസർവ് അല്ലെങ്കിൽ റിസർവ് ഫണ്ട് ഷെയർ ചെയ്യണം, വീതിക്കണം. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലോട്ട് എഴുതണം ബൈ ജനറൽ റിസർവ്. ജനറൽ റിസർവ് എയുടെ ഷെയർ, ബിയുടെ ഷെയർ. ഈ റിസർവ് ഷെയർ ചെയ്യേണ്ട എങ്ങനെയാണ്? അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോയിൽ ഷെയർ ചെയ്യണം. റിസർവ് ഷെയർ ചെയ്യണം. അടുത്ത പി ആൻഡ് എൽ അക്കൗണ്ട് ഒന്നുണ്ടോ നോക്കണം. പി ആൻഡ് എൽ അക്കൗണ്ട്. പി ആൻഡ് എൽ അക്കൗണ്ട് ഒന്നുകിൽ ലയബിലിറ്റി സൈഡിൽ വരാം, അല്ലെങ്കിൽ അസറ്റ് സൈഡിൽ വരാം. ലയബിലിറ്റി സൈഡിലാണെങ്കിൽ പ്രോഫിറ്റാണ്. അസറ്റ് സൈഡിലാണ് പി ആൻഡ് എൽ അക്കൗണ്ട് എങ്കിൽ അത് ലോസാണ്. ലയബിലിറ്റി സൈഡിലാണ് പി ആൻഡ് എൽ അക്കൗണ്ട് എങ്കിൽ അത് ക്യാപിറ്റലിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യണം ബൈ പി ആൻഡ് എൽ. അത് ഷെയർ ചെയ്യും. ഇതേ സൈഡിലാണെങ്കിലാണ് ലയബിലിറ്റി സൈഡിലാണെങ്കിൽ, ലയബിലിറ്റി സൈഡിലാണെങ്കിൽ അപ്പം അത് പ്രോഫിറ്റാണ്. പി ആൻഡ് എൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യും? ബൈ പി ആൻഡ് എൽ. അത് ഷെയർ ചെയ്യും. ഇനി ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കൊണ്ടുവരണം ടു പി ആൻഡ് എൽ. ഇത് ലോസ് ആണ്. അത് പി ആൻഡ് എൽ അക്കൗണ്ട് എവിടെ തരുന്നതാണ്? അസറ്റ് സൈഡിലാണെങ്കിൽ. അസറ്റ് സൈഡിലാണെങ്കിൽ അസറ്റ് സൈഡിലാണെങ്കിൽ എവിടെ പോസ്റ്റ് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യണം. ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് റിയലൈസേഷൻ അക്കൗണ്ട് നോക്കണം. നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് എഴുതി കഴിഞ്ഞു. ഏതെങ്കിലും പാർട്ണർ അസറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ, ഇപ്പം എ ആൻഡ് ബിയുടെ ബിസിനസ്സാണ്. എ ടേക്കൺ ഓവർ ദ സ്റ്റോക്ക് ഓഫ് ദി ഫേം. സ്ഥാപനത്തിൻ്റെ സ്റ്റോക്ക് ആരേറ്റെടുത്തു? എ ഏറ്റെടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എൻട്രി പഠിച്ചു. പാർട്ണറുടെ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്തുകൊണ്ട് റിയലൈസേഷനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഏത് പാർട്ണർ ഏറ്റെടുത്ത്? എ ആണ്. അപ്പോൾ എ ഈസ് ക്യാപിറ്റൽ ഡെറ്റർ ടു റിയലൈസേഷൻ. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ബൈ എസ് ക്യാപിറ്റൽ എന്ന്. അപ്പോൾ അവിടെ ബൈ എസ് ക്യാപിറ്റൽ എന്നാണെങ്കിൽ ഇവിടെ എവിടെ വരണം? ഡെബിറ്റ് സൈഡിൽ വരണം. എന്താ എൻട്രി? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഡെറ്റർ ടു റിയലൈസേഷൻ എന്നാണ്. അപ്പോൾ ക്യാപിറ്റൽ എവിടെ വരണം? ഡെബിറ്റ് സൈഡിൽ ടു റിയലൈസേഷൻ. ഇതെപ്പോഴാണ്? അസറ്റ് ടേക്കൺ. അസറ്റ് ഏറ്റെടുത്താൽ, എ ഏറ്റെടുത്താൽ എയുടെ, ബി ഏറ്റെടുത്താൽ ബി എല്ലാം അവിടെ പോസ്റ്റ് ചെയ്യണം.
അസറ്റ് ഏറ്റെടുത്താൽ, അതുപോലെ ലയബിലിറ്റി ഏതെങ്കിലും പാർട്ണർ ഏറ്റെടുത്താൽ, ലയബിലിറ്റി ഏറ്റെടുത്താൽ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് അത് പോസ്റ്റ് ചെയ്തതാണ്. ലയബിലിറ്റി ഏറ്റെടുത്താൽ ജേണൽ എൻട്രി റിയലൈസേഷൻ ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്നാണ്. റിയലൈസേഷനെ ഡെബിറ്റ് ചെയ്തു ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അപ്പം ക്യാപിറ്റൽ എവിടെ വരണം? ക്രെഡിറ്റ് സൈഡിൽ വരണം. ബൈ റിയലൈസേഷൻ അതിവിടെ വന്നു. എ ആണെങ്കിൽ എയുടെ അവിടെ ബി ആണ്. അപ്പം ഇതേതാണ്? ലയബിലിറ്റി ടേക്കൺ ആണ്. ലയബിലിറ്റി ടേക്കൺ, ലയബിലിറ്റി ഏറ്റെടുക്കുന്നത്. നെക്സ്റ്റ് റിയലൈസേഷൻ എക്സ്പെൻസ്. എക്സ്പെൻസ് ഏതെങ്കിലും ഒരു പാർട്ണർ കൊടുത്തുകൊള്ളാം എന്ന് പറയും. എക്സ്പെൻസ് മെറ്റ് ബൈ എ പാർട്ണർ. അങ്ങനെയാണെങ്കിൽ എൻട്രി റിയലൈസേഷൻ ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അവിടെയും റിയലൈസേഷനെ ഡെബിറ്റ് ചെയ്തുകൊണ്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിവിടെ വരേണ്ട ബൈ റിയലൈസേഷൻ. ഇതെപ്പോഴാണ്? എക്സ്പെൻസ് മെറ്റ് ചെയ്യുമ്പോഴാണ്. എക്സ്പെൻസ് മെറ്റ്. നെക്സ്റ്റ് റിയലൈസേഷൻ്റെ പ്രോഫിറ്റ്സ്. പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ. പ്രോഫിറ്റ് ആണെങ്കിൽ എൻട്രി റിയലൈസേഷൻ ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ ഇവിടെ ബൈ റിയലൈസേഷൻ ഇത് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ. എയുടെ ഷെയർ, ബിയുടെ ഷെയർ. ഇനി ലോസ് ഓൺ റിയലൈസേഷൻ ആണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഡെറ്റർ ടു റിയലൈസേഷൻ. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ടു റിയലൈസേഷൻ. ഇത് ലോസ് ഓൺ റിയലൈസേഷൻ. ഇത്ര ഇവിടെ പോസ്റ്റ് ചെയ്തു. അപ്പോൾ എന്തൊക്കെ ഇവിടെ വന്നു? മാക്സിമം വരാവുന്ന ഐറ്റംസ് ഇത്രയാണ്. ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ക്യാപിറ്റൽ ബാലൻസ്. നെക്സ്റ്റ് റിസർവ് ഷെയർ ചെയ്യണം. പ്രോഫിറ്റ് ഓർ ലോസ്. ലയബിലിറ്റി സൈഡിലാണ് ബി ആണെങ്കിൽ പ്രോഫിറ്റ്, അത് ക്രെഡിറ്റ് സൈഡിൽ. അസറ്റ് സൈഡിലാണ് ബി ആണെങ്കിൽ അത് ലോസ് ആണ്, ഡെബിറ്റ് സൈഡിൽ. നെക്സ്റ്റ് അസറ്റ് ഏറ്റെടുക്കുന്നു, ലയബിലിറ്റി ഏറ്റെടുക്കുന്നു. നെക്സ്റ്റ് എക്സ്പെൻസ് മെറ്റ് ചെയ്യുന്നു, റിയലൈസേഷൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ റിയലൈസേഷൻ്റെ ലോസ്. ഇത്രയും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എവിടെയാണ് കൂടുതലെന്ന് നോക്കിയിട്ടേ ബാലൻസ് ചെയ്യാവുള്ളൂ. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ ക്രെഡിറ്റ് സൈഡ് കൂടാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാളുടെ ക്രെഡിറ്റ് കൂടുതലായിരിക്കും, മറ്റൊരാളുടെ ഡെബിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചേ ചെയ്യാവുള്ളൂ. ഇപ്പം ക്രെഡിറ്റ് ആണ് കൂടുതലെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡ് കൂട്ടി, ക്രെഡിറ്റ് സൈഡ് കൂട്ടി. ക്രെഡിറ്റ് കൂട്ടി നേരെ ഡെബിറ്റ് സൈഡിൽ എഴുതി. അപ്പോൾ പാർട്ണറുടെ ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ, അപ്പോൾ ക്രെഡിറ്റ് സൈഡ് കൂടിയാൽ ക്രെഡിറ്റ് കൂട്ടി ഡെബിറ്റിൽ എഴുതി. ഇവിടെ വ്യത്യാസം വന്നു. വ്യത്യാസം വരുന്നത് ഇത് ടു ക്യാഷ് എന്ന് പോസ്റ്റ് ചെയ്യും. ഇവർക്ക് പണം കൊടുക്കുക, ടു ക്യാഷ്. ഇത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു, കണ്ടുപിടിക്കുന്നതാണ്. ഇനി ഡെബിറ്റ് ആണ് കൂടുതലെങ്കിൽ ഡെബിറ്റ് കൂട്ടി ക്രെഡിറ്റിൽ എഴുതി. വ്യത്യാസം ഇവിടെ വരും. അപ്പോൾ ക്യാപിറ്റൽ ഏത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് വന്നാൽ ആ പാർട്ണർ പണം കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ നമ്മൾ പോസ്റ്റ് ചെയ്യും ബൈ ക്യാഷ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതി കഴിഞ്ഞാൽ ഒന്നുകിൽ ക്രെഡിറ്റ് ബാലൻസ് ആകാം, അല്ലെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആകാം. ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സിന് പണം അങ്ങോട്ട് കൊടുക്കണം, അവർ കൊടുക്കാനുള്ള പണം അങ്ങോട്ട് കൊടുക്കണം. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അവരിങ്ങോട്ട് പണം കൊണ്ടുവരണം. അപ്പോൾ ഒന്നുകിൽ ക്രെഡിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ഡെബിറ്റ് ബാലൻസ്. ഇത്രയാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരേണ്ടത്.
അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് കഴിഞ്ഞു, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് അടുത്തത് ഓപ്പൺ ചെയ്യേണ്ട അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ട് ലാസ്റ്റ് തയ്യാറാക്കുന്ന അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ടിൽ ആദ്യം പോസ്റ്റ് ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ആണ്. നമ്മുടെ ബാലൻസ് ഷീറ്റ് ചോദ്യത്തിൽ തരും. ബാലൻസിൻ്റെ അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് നോക്കണം. അതിവിടെ പോസ്റ്റ് ചെയ്യണം. ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ. ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ബാലൻസ്, ക്യാഷ് ബാലൻസ്, അതാദ്യം പോസ്റ്റ് ചെയ്തു. പിന്നെ അടുത്ത് എടുക്കേണ്ടത് റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ എഴുതി കഴിഞ്ഞു. ആ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് എന്ന് കാണും. എപ്പോഴാണ് അസറ്റ് റിയലൈസ് ചെയ്യുന്നു, അതായത് അൺറിക്കോർഡ് അസറ്റ് റിയലൈസ് ചെയ്യുന്നു, അത് ഉണ്ടായിരുന്ന അസറ്റ് വിറ്റ് കാശ് കിട്ടുന്നു, അൺറിക്കോർഡ് അസറ്റ് റിയലൈസ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ എങ്ങനെ പോസ്റ്റ് ചെയ്തു? ബൈ ക്യാഷ് എന്ന് പോസ്റ്റ് ചെയ്തു. ആ ബൈ ക്യാഷ് എന്നുള്ളത് അവിടെ ബൈ ക്യാഷ് എന്ന് പോസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താ എൻട്രി? ക്യാഷ് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട് ബൈ ക്യാഷ് എന്ന് പോസ്റ്റ് ചെയ്തു. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ എങ്ങനെ വരണം? ടു റിയലൈസേഷൻ. ഇതേതാണ്? അസറ്റ് റിയലൈസ് ചെയ്യുന്ന, അസറ്റ്സ് റിയലൈസ്ഡ് ആണ്. ടു റിയലൈസേഷൻ. നെക്സ്റ്റ് അവിടെ ടു ക്യാഷ് എന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് റിയലൈസേഷൻ അക്കൗണ്ടിൽ. റിയലൈസേഷൻ അക്കൗണ്ട് ടു ക്യാഷ് എന്ന് പോസ്റ്റ് ചെയ്യുന്നപ്പോഴാണ് ഫോർ പേയ്മെൻറ്റ് ഓഫ് ലയബിലിറ്റി, ഫോർ പേയ്മെൻറ്റ് ഓഫ് അൺറിക്കോർഡഡ് ലയബിലിറ്റി. അപ്പോൾ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്ത്? റിയലൈസേഷൻ അക്കൗണ്ടിൽ ടു ക്യാഷ്. അപ്പോൾ റിയലൈസേഷൻ ഡെറ്റർ ടു ക്യാഷ്. ഇവിടെ വരുമ്പോൾ ബൈ റിയലൈസേഷൻ, അതായത് പേയ്മെൻറ്റ് ഓഫ് ലയബിലിറ്റിയാണ്, ലയബിലിറ്റി ബൈ റിയലൈസേഷൻ. നെക്സ്റ്റ് പാർട്ട്നേഴ്സ് ലോൺ ബാലൻസ് ഷീറ്റിലുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ABC ബിസിനസ്സാണ്, ബീസ് ലോണെന്നോ എയ്സ് ലോണെന്നോ സീസ് ലോണെന്നോ തന്നിട്ടുണ്ടെങ്കിൽ ആ ലോൺ നമ്മൾ റിയലൈസേഷൻ ക്ലോസ് ചെയ്യത്തില്ല, പാർട്ട്നേഴ്സ് ലോൺ ക്ലോസ് ചെയ്തിട്ടില്ല. അതിവിടെ കൊടുക്കണം, ലോൺ കൊടുക്കണം. ലോൺ കൊടുക്കുമ്പോൾ എന്താ എൻട്രി? പാർട്ട്നേഴ്സ് ലോൺ ഡെറ്റർ ടു ക്യാഷ് എന്നാണ്. അപ്പോൾ ഇവിടെ ബൈ പാർട്ട്നേഴ്സ് ലോൺ. നെക്സ്റ്റ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതി കഴിഞ്ഞു. ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമുക്കൊന്നുകിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്, ക്രെഡിറ്റ് സൈഡ് കൂട്ടി ഡെബിറ്റിൽ എഴുതി വ്യത്യാസം ടു ക്യാഷ് എന്നാണ്. അപ്പോൾ എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഡെറ്റർ ടു ക്യാഷ് എന്നാണ്. അപ്പോൾ ഇവിടെ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഇപ്പോൾ ABC ബിസിനസ് ആണെങ്കിൽ എയുടെയും ബിയുടെയും ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ക്രെഡിറ്റ് കൂട്ടി ഡെബിറ്റിൽ എഴുതി ടു ക്യാഷ്. അപ്പോൾ നമ്മൾ എഴുതുന്ന എസ് ക്യാപിറ്റൽ ഡെറ്റർ, ബീസ് ക്യാപിറ്റൽ ഡെറ്റർ ടു ക്യാഷ്. ഇവിടെ വരുമ്പോൾ ബൈ എസ് ക്യാപിറ്റൽ ഇത്ര, ബൈ ബീസ് ക്യാപിറ്റൽ ഇത്ര, അത് പോസ്റ്റ് ചെയ്തു. ഇനി ക്യാപിറ്റൽ ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ഇപ്പോൾ ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് വന്നാൽ എങ്ങനെ പോസ്റ്റ് ചെയ്തു? ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിലോ ഡെബിറ്റ് കൂട്ടി
ക്രെഡിറ്റിൽ എഴുതി. ഇപ്പോൾ സിയുടെ ഡെബിറ്റ് സൈഡ് കൂടുതൽ, ഡെബിറ്റ് കൂട്ടുന്നു, ക്രെഡിറ്റിൽ എഴുതുന്നു, വ്യത്യാസം ബൈ ക്യാഷ്. അപ്പോൾ എൻട്രി ക്യാഷ് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അതിവിടെ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, ഇതും പോസിറ്റീവ്. എന്നിട്ട് നമ്മൾ ഈ രണ്ട് സൈഡും കൂട്ടിക്കഴിഞ്ഞാൽ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. ക്യാഷ് അക്കൗണ്ടിൻ്റെ രണ്ട് സൈഡും, ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ആകാം, രണ്ട് സൈഡും തുല്യമായിരിക്കും. അപ്പോൾ നോക്കുക ഏതൊക്കെ അക്കൗണ്ടാണ്? ഒന്ന് റിയലൈസേഷൻ അക്കൗണ്ട്, രണ്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, മൂന്ന് ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഡിസൊല്യൂഷൻ്റെ കണക്ക് വന്നാൽ ഈ മൂന്ന് അക്കൗണ്ട്സാണ് വേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. പിന്നെ എൻ്റെ തിയറി, വാട്ട് ഡു യു മീൻ ബൈ ഡിസൊല്യൂഷൻ, പിന്നെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ സ്ഥാപനം ഡിസോൾവ് ആകുന്നു, എന്താണ് റിയലൈസേഷൻ അക്കൗണ്ട്, ഇതൊക്കെ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ക്ലാസ് ഇപ്പം നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു.